എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ദീൻ, ആ ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പരലോക വിജയം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മാത്രമല്ല, നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കണമെന്നുള്ളത് നാം ഓരോരുത്തരുടെയും അതിയായ ആഗ്രഹമാണ്, അഭിലാഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സൗഭാഗ്യം ലഭിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഹദീസിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഒരിക്കലും തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്നും യമനിലേക്ക് ദഅവത്തിന്റെ ആവശ്യാർത്ഥം മുആദ് തങ്ങളെ അയക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മദീനയുടെ അതിർത്തി വരെ നബി തങ്ങൾ പോയി. മുആദ് തങ്ങൾ ഒട്ടകപ്പുറത്താണ്, തങ്ങൾ താഴെയുണ്ട്. അവസാനം യാത്ര പറയാനായ സമയത്ത് നബി തങ്ങൾ മുആദ് തങ്ങളോട് പറയുന്നുണ്ട്, ഇന്നക അസ അൻ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദ്, ഒരുപക്ഷേ നീ യമനിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് എന്നെ കാണണമെന്നില്ല, ഞാനന്ന് നിന്നെ വരവേൽക്കാനുണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ എൻ്റെ ഈ മദീനയിൽ കൂടി, മദീനയിലുള്ള എൻ്റെ ഖബറിൻ്റെ അരിക്കൽ കൂടി നിനക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയും. പക്ഷെ അവിടെ എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. മടങ്ങി വരുമ്പോൾ തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമത്താൽ മുആദ് തങ്ങൾ കരയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, മുആദേ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നു എൻ്റെ കുടുംബക്കാരാണ് എന്നോട് ഏറ്റവും അടുത്തവർ. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന ഔലന്നാസി ബി അൽ മുത്തഖൂൻ മാ കാനൂ വഹൈതു കാനൂ. എന്നാൽ എന്നോട് ഏറ്റവും അടുത്തവർ, എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ, സ്വർഗത്തിൽ എൻ്റെ ചാരത്ത് നിൽക്കാനുള്ള അവസരമുള്ളവർ അൽ മുത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. മാ കാനൂ വഹൈതു കാനൂ, അവരാരാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ പിറക്കണമെന്നോ എന്നെ കാണണമെന്നോ എൻ്റെ നാട്ടിൽ ജീവിക്കണമെന്നോ ഒന്നുമില്ല. മറിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരാൾ, അയാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ല അടിയാറുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്നവർ, പ്രത്യേകം കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സബർ പ്രദാനം ചെയ്യട്ടെ. അക്രമികളെ അല്ലാഹു നശിപ്പിക്കട്ടെ. ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്തും ഇഫ്ഫത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളോട് വിശ്വാസി എന്ന നിലയിൽ നമുക്കുള്ള ബാധ്യതകൾ, കടമകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അറിയണം, തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം, നമുക്ക് നബി കാണിച്ചു തന്നിട്ടുള്ള മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം എന്നീ വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വസിയ്യത്തുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ മരണപ്പെടുന്ന സമയത്ത് മക്കളോട് നടത്തുന്ന വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് നടപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ നമുക്ക് വിട്ടേച്ചു പോയിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് പോലും സംസാരിക്കാറുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വിശ്വാസികളായ നാം ഓരോരുത്തരോടും നടത്തിയിട്ടുള്ള ഒരു വസീയത്തുണ്ട്. തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയുണ്ട്. എൻ്റെ മരണശേഷം, എൻ്റെ വഫാത്തിന് ശേഷം എന്നിൽ വിശ്വസിക്കുന്നവരൊക്കെയും എന്നിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പാഠങ്ങൾ, എന്നിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. തബ്ലീഗ്, ദഅവത്ത് തുടങ്ങിയ കാര്യങ്ങൾ വിശ്വാസികൾ അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. ആ ദഅവത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, ആ ദഅവത്ത് നമ്മുടെ ശീലമാക്കാൻ, ദഅവത്തിന്റെ ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതിന് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാൻ വേണ്ടി പാടില്ല. കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. അവസരങ്ങൾ മുതലെടുക്കുന്നതിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയാണ്. തങ്ങളുടെ ജീവചരിത്രമൊക്കെ നമുക്കറിയാലോ. യൂസുഫ് നബി അവിടെ ഉണ്ടായിരുന്ന രാജ്ഞിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ, അവളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ജയിലിലകപ്പെടുന്ന ഒരു സമയമുണ്ട്. ജയിലിൽ സഹതടവുകാരായി രണ്ടുപേര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂസുഫ് നബിയോടൊപ്പം അവര് ജീവിക്കുന്ന സമയത്ത് ഇയാൾക്ക് പ്രത്യേകിച്ച് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നവർ മനസ്സിലാക്കി. യൂസുഫ് നബി പറയുകയും ചെയ്തു, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയാം. ഒരു രാത്രി അവർ രണ്ടുപേരും ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്താണ്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹതടവുകാര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് യൂസുഫ് നബിയുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നുണ്ട്, ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്താണ്, രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ കണ്ടിട്ടുള്ള സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവര് ദഅവത്ത് ചെയ്യുന്ന ഒരു സന്ദർഭം, ഒരവസ്ഥ നമുക്ക് സൂറ യൂസുഫിൽ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. യൂസുഫ് നബി അതിനുശേഷം 4ഓളം ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ചോദ്യം സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചായിരുന്നു. ആ വ്യാഖ്യാനം ഒരായത്തിൽ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ 4 ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ദഅവത്തിനെ കുറിച്ചാണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം ദഅവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്. ഖുർആനിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട് വിശ്വാസികളോട് അള്ളാഹു പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ ദഅവത്ത് നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹിക്മത്താണ്, അവസ്ഥകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആരാണോ നമുക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിച്ചത് അയാളെ കുറിച്ച് നമ്മൾ പഠിച്ച് ഹിക്മത്തോടുകൂടി അവസരോചിതമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തണമെന്നാണ്. രണ്ടാമതായി വൽ മൗഇദത്തുൽ ഹസന, സതുപദേശത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പണ്ഡിതന്മാരെ അതിനെ നമുക്ക് വിശദീകരിച്ചു തന്നു. മുവാഫഖത്തുൽ ഖൗലി ലിൽ അമലി, നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ട് ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവം നമുക്കുണ്ടാകണം. നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറ്റത്തോടുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ ദഅവത്തിന് വേണ്ടിയിട്ട് തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രീതിയിലൊക്കെ നമുക്ക് മഹത്തായിട്ടുള്ള മാതൃകയാണ്. തങ്ങൾ നയിച്ച സഹാബാക്കള്, തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന മനുഷ്യർ
വ്യത്യസ്തരായിരുന്നു. പല രീതിയിലുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യരായിരുന്നു തങ്ങളോടൊപ്പം ജീവിച്ചിരുന്നത്. അവരിലുണ്ടായിരുന്ന ന്യൂനതകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായി തങ്ങൾ മനസ്സിലാക്കുകയും അതിനെ വേണ്ട രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തങ്ങളുടെ സഹാബാക്കളിൽ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് അൻസാരിയായ ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാറി വരാൻ സമയമെടുക്കല്ലോ. ഒരാള് നന്നായി ജീവിക്കാൻ വേണ്ടി തുടങ്ങിയാലും പഴയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങൾ മാറാൻ സമയമെടുക്കും. ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. സ്ത്രീകളെ കാണുന്ന സമയത്ത്, പെണ്ണുങ്ങളെ കാണുന്ന സമയത്ത് അവരോടൊപ്പം ഇരിക്കുവാനും സല്ലപിക്കുവാനും വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തന്നെയാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടെന്റിൽ താമസിച്ചു, ഞാൻ എന്റെ ടെന്റിലും താമസിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ കുറച്ച് സ്ത്രീകൾ സംസാരിക്കുന്നത് കണ്ടു. എന്റെ പഴയ ജാഹിലിയ്യ കാലഘട്ടത്തിലെ സ്വഭാവം എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവരോടൊപ്പം ഇരിക്കുവാനും സല്ലപിക്കുവാനും സംസാരിക്കാനുമുള്ള ഒരാഗ്രഹം എന്റെ മനസ്സിൽ തോന്നി. ഞാൻ ടെന്റിലേക്ക് തിരിച്ചു കയറിയിട്ട് എന്റെ പെട്ടി തുറന്നിട്ട് ഏറ്റവും നല്ല വസ്ത്രമെടുത്ത് തിരിച്ചു വന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം മാറ്റിയത്. ഞാൻ അവരുടെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെന്റിൽ നിന്നും പുറത്തേക്ക് വന്നത്. തങ്ങളെ കണ്ട ഉടനെ തന്നെ ഞാൻ അവിടെ നിന്നും മാറി, ഞാൻ അവരുടെ അടുക്കൽ നിന്നും എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, ഖവ്വാത്തെ, നിനക്ക് എന്താണ് അവിടെ പരിപാടി? എന്തിനാണ് അവിടെ കൂടിയിരിക്കുന്നത്? എന്താണ് നീ അവരുമായിട്ട് സംസാരിക്കുന്നത്? നബി തങ്ങളിൽ നിന്നും രക്ഷപ്പെടണമല്ലോ. ഞാനൊരു കളവ് പറഞ്ഞു. നബിയെ, എന്റെ ഒരു ഒട്ടകം ഓടിപ്പോയി, ആ ഒട്ടകത്തെ പിടിച്ചു കെട്ടാനുള്ള കയർ അവരെടുക്കലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായിട്ട് അറിയാം. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തുടർന്നു. ഖവ്വാത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ സ്ഥലത്തെത്തുമ്പോഴും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നബി തങ്ങൾ എന്നോട് ചോദിക്കും, മാ ഫഅല ദാലിക ശാരിദ് യാ ഖവ്വാത്ത് ബിൻ ജുബൈർ, അല്ല, ആ ഓടിപ്പോയ ഒട്ടകത്തിന്റെ അവസ്ഥ എന്താണ്? തിരിച്ചു കിട്ടിയോ ഖവ്വാത്തെ എന്ന് നബി തങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ എന്ത് മറുപടി പറയാനാണ്? കാരണം അങ്ങനെ ഒരു ഒട്ടകയില്ല, ഒട്ടകം ഓടിപ്പോയിട്ടുമില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തങ്ങളോട് ഒരു കളവ് പറഞ്ഞതാണ്. ഞാനൊന്നും പറയില്ല, മറുപടി പറയില്ല. പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അവസാനം സഹാബാക്കളൊക്കെ മദീനയിൽ കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് മദീനയിലേക്ക് കടന്നു. നബി തങ്ങൾ എവിടെ കണ്ടാലും എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അവസാനം പള്ളിയിൽ പോലും പോകാതായി. കാരണം നബി തങ്ങൾ പള്ളിയിൽ കണ്ടാൽ എന്നോട് ചോദിക്കും. പക്ഷേ സഹാബാക്കളാണല്ലോ, പള്ളിയുമായിട്ട് അകന്ന് എത്ര ദിവസമാണ് നിൽക്കുക? അദ്ദേഹം പറയുന്നുണ്ട്, പള്ളിയുമായിട്ട് അകന്ന് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം എനിക്ക് അനുഭവപ്പെട്ടു. ജനങ്ങളൊന്നും പള്ളിയിൽ ഉണ്ടാവില്ല എന്നുറപ്പുള്ളൊരു സമയം ഉണ്ടാവുമല്ലോ. ജനങ്ങളൊക്കെയും അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യാപൃതരാകുന്ന ഒരു സമയത്ത് ഞാൻ പള്ളിയിലേക്ക് കടന്നുപോയി. നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് പിന്നിൽ ഒരാളനൊപ്പം എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് മനസ്സിലായി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവരങ്ങൾ പെട്ടെന്ന് തന്നെ 2 റക്അത്ത് നമസ്കരിച്ചു. ഞാൻ കരുതിയത് തങ്ങൾ നമസ്കരിച്ച് തിരിച്ചു പോകുന്നതാണ്. തങ്ങൾ നമസ്കരിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്റെ നമസ്കാരം ഞാൻ കുറച്ച് കൂടുതൽ ദീർഘിപ്പിച്ചു. ഒരുപാട് നിന്ന്, ഒരുപാട് റുക്കൂഇൽ കടന്ന്, ഒരുപാട് സുജൂദിൽ കടന്ന് ഞാനിങ്ങനെ നമസ്കാരം ദീർഘിപ്പിച്ചു. തങ്ങളൊന്ന് പോകണമല്ലോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ചോദിക്കും, ആ ഒട്ടകത്തിന്റെ കാര്യം ഞാൻ എന്ത് മറുപടി പറയും? എന്റെ നമസ്കാരം ദീർഘിക്കുന്നത് കണ്ടപ്പോൾ പിറകിൽ നിന്നും നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, നീ നമസ്കാരം പൂർത്തിയാക്കി നിന്നോട് സംസാരിച്ചിട്ട് ഖവ്വാത്തെ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. ഞാനത് കേട്ടപ്പോൾ പെട്ടെന്ന് നമസ്കാരം നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, മാ ഫഅല ഓടിപ്പോയ ഒട്ടകത്തിന്റെ കാര്യം എന്തായി? ഖവ്വാത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കരഞ്ഞുപോയി. നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് നബിയോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഒട്ടകയില്ല, അങ്ങനെ ഒരു ഒട്ടകം ഓടിപ്പോയിട്ടില്ല നബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. നബി തങ്ങൾ ആ സഹാബിയെ ചേർത്ത് പിടിച്ചു. തങ്ങൾ ഖവ്വാത്തെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാവട്ടെ.
ഖവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഗുണമുണ്ടായിട്ടില്ല. പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയായിരുന്നു ഖവ്വാത്ത് ബിൻ ജുബൈർ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിയാണ്, മനുഷ്യനാണ്. മനുഷ്യ സഹജമായിട്ടുള്ള പോരായ്മകളൊക്കെയും അയാളിലുണ്ട്. അയാളുടെ ന്യൂനത എന്താണ്, ദൗർബല്യത എന്താണ് എന്ന് നബി തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പരിഹരിച്ച മാർഗം എപ്രകാരമായിരുന്നു, ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള ദഅവത്ത് അദ്ദേഹത്തിലേക്ക് എത്തിച്ചത് എപ്രകാരമായിരുന്നു എന്ന ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, സദുപദേശത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഒരു ജൂത പുരോഹിതനുണ്ടായിരുന്നു, സെയ്ദ് ബിൻ സഅയ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെയും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയും തങ്ങളിൽ സമ്മേളിക്കുന്നത് എനിക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇതുവരെ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒന്ന്, വികാരമുണ്ടാകുന്ന സമയത്ത്, ദേഷ്യമുണ്ടാകുന്ന സമയത്ത് വികാരത്തെ വിവേകം കൊണ്ട് നേരിടുന്നവനായിരിക്കും പ്രവാചകൻ എന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. വികാരമുണ്ടാകുന്ന സമയത്ത്, ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അതിനെ വിവേകത്തോടുകൂടി സ്വീകരിക്കുന്നവരായിരിക്കും, വിവേകത്തോടുകൂടി അതിനെ നേരിടുന്നവരായിരിക്കും പ്രവാചകർ എന്ന് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാഹിലീങ്ങൾ സംവദിക്കുന്ന സമയത്ത് അവരോട് സൗമ്യതയോടുകൂടി പെരുമാറുന്നവനായിരിക്കും പ്രവാചകൻ എന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം, അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഒക്കെ പല രീതിയിലായിരിക്കും. അവരോട് വളരെ നൈർമല്യതയോടുകൂടി പെരുമാറുന്നവനായിരിക്കും പ്രവാചകൻ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ. പുരോഹിതനാണല്ലോ അദ്ദേഹം, ജൂതനാണ്, ജൂത പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും എവിധങ്ങളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരുന്നത്. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പട്ടിണി ബാധിച്ചിരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഭിക്ഷമായിട്ടുള്ള ജീവിതവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ ദഅവത്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അഥവാ പട്ടിണി കാരണമായിട്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടാണല്ലോ ഞങ്ങൾക്ക് പട്ടിണി വന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട് നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഭക്ഷണം, ആ നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണം ഞങ്ങൾക്ക് നബിയെ ഒന്ന് കൊടുത്തയക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സെയ്ദ് ബിൻ സഅന റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സെയ്ദ് ബിൻ സഅന റളിയല്ലാഹു അൻഹു ഇതൊക്കെ കാണുന്നുണ്ട്. അലി തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അല്ലലിയെ കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ? എന്റെ കയ്യിലൊന്നും ഇല്ല നബിയെ, ഒക്കെ തീർന്നിരിക്കുകയാണ്, സമ്പത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു അവസരത്തിൽ സമ്പത്തിലേക്ക് ആവശ്യക്കാരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഞാനൊരു കച്ചവടം ഉറപ്പിച്ചു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 80 മിസ്കാൽ സ്വർണം ഞാൻ നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. നബി തങ്ങളത് സ്വീകരിച്ചു, വന്ന മനുഷ്യന് കൊടുത്തു. ആ നാട്ടുകാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട് അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സെയ്ദ് ബിൻ സഅന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് ഒരു ദിവസം നബി തങ്ങളുടെ കൂടെ അബൂബക്കറുണ്ട്, ഉമറുണ്ട് റളിയല്ലാഹു അൻഹുമ, മറ്റു ചില സഹാബാക്കളുമുണ്ട്. ഒരു സഹാബിയുടെ ജനാസ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരികയായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, ഇന്ന തീയതിയിൽ തിരിച്ചു തരണം എന്ന് റസൂലുള്ളാഹിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ തീയതി ആവുന്നതിന് മുന്നേ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടം ഞാൻ തിരിച്ചു ചോദിച്ച രൂപവും പോലും അദ്ദേഹം പറയുന്നുണ്ട്. പരമാവധി നബി തങ്ങളെ പ്രകോപിപ്പിക്കണം, ദേഷ്യം പിടിപ്പിക്കണം. അതുകൊണ്ട് തങ്ങളുടെ ശരീരത്തിൽ ഞാൻ കടന്നു പിടിച്ചു. നബി തങ്ങളുടെ വസ്ത്രം ചുരുട്ടിയിട്ട് എവിടെ എന്നിൽ നിന്നും വാങ്ങിച്ച സമ്പത്ത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും തരാനുള്ള സമയം ആയിട്ടില്ലല്ലോ, ആയാൽ തരുമെന്ന് പറഞ്ഞിട്ട് കൈതട്ടുകയാണല്ലോ നമ്മൾ വേണ്ടത്. രണ്ടാമത് വീണ്ടും പ്രകോപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ സ്വഭാവം ഇതാണ്. കുടുംബത്തെ കുറിച്ച് പറയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ സ്വഭാവം ഇതാണ്. വാങ്ങിക്കാൻ അവർ ആവേശക്കാരായിരിക്കും, എന്നാൽ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു വാങ്ങിച്ചൊരു ആവേശമൊന്നും കാണാറില്ല. നബി തങ്ങളെ കൂടുതലായിട്ട് ദേഷ്യം പിടിപ്പിക്കണമെന്നുള്ള ഒരവസ്ഥയാണ്. കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ തങ്ങളാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രകോപിതനായി എന്നാണ്. ഇങ്ങനെ പ്രകോപിക്കാനിരിക്കും, കാരണം സ്വന്തത്തെക്കാളും അവൻ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട്
നബി തങ്ങളുടെ കുടുംബത്തെ ആക്ഷേപിക്കുകയാണല്ലോ. നമ്മളൊരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ കോളർ ഒരാൾ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ പ്രതികാരം എന്തായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ ദേഷ്യപ്പെടില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ തിരിഞ്ഞു. ആരുടെ നേരെയാണ് തിരിയേണ്ടത്? സ്വാഭാവികമായിട്ടും സെയ്ദ് ഇബ്നു സഈദിന്റെ അടുക്കലാണ്. കാരണം സമയമായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നാണ് ചോദിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് കുന്തു അന വഹുവ ഫീ ഹാജത്തിൻ ഇലാ ഗൈരി ദാലിക. ഉമറേ, ഈ ഒരു പ്രതികരണമായിരുന്നില്ല ഉമറേ ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഇതിനേക്കാളും മികച്ചൊരു പ്രതികരണമാണ് ഞാനും ഇദ്ദേഹവും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലഖദ് കാന മിനൽ വാജിബി അലൈക അൻ തഅമുറനി ബിഹുസ്നിൽ അദാ വ അൻ തഅമുറഹു ബിഹുസ്നിൽ തലബ്. ഉമറേ, നീ ചെയ്യേണ്ടിയിരുന്നത് എന്നോട് കടം വാങ്ങിച്ചതല്ലേ, അത് നല്ല രീതിയിൽ കൊടുത്തു വിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് പറയണമായിരുന്നു. ചോദിക്കുന്ന സമയത്ത് കുറച്ച് മാന്യതയോടുകൂടി ചോദിക്കണമെന്ന് അയാളോട് നീ പറയണമായിരുന്നു. അതിന് പകരമായിട്ട് എന്തേ ഉമറേ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. സെയ്ദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നേരം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വേദങ്ങളിൽ ഞങ്ങൾ വായിച്ച പ്രവാചകന്റെ സ്വഭാവമായിരുന്നു അത്. കാരണം ദേഷ്യമുണ്ടാകുന്ന സമയത്ത്, പ്രകോപനമുണ്ടാകുന്ന സമയത്ത്, വികാരം തുളച്ചു പറയുന്ന സമയത്ത് വിവേകം കൊണ്ട് അതിനെ മറികടക്കുന്ന പ്രവാചകനാണെന്ന് എനിക്ക് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളോട് പറയുന്നുണ്ട്, ഉമറേ, അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സ്വർണവും 30 സാഅ് ഈത്തപ്പഴം കൂടി അദ്ദേഹം നമുക്ക് ഒരു ആവശ്യ സമയത്ത് പൈസ തന്ന ആളാണല്ലോ, അതിന്റെ നന്ദി എന്നോണം കുറച്ച് ഈത്തപ്പഴം കൂടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സെയ്ദ് ഇബ്നു സഈദിന്റെ അടുക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണിത്? നബി തങ്ങളെ തിരിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രവാചകനാണോ എന്നറിയാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരീക്ഷണമാണ്. എനിക്ക് ബോധ്യപ്പെട്ടു അത് റസൂലാണെന്ന്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിൽ നേരിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും നമ്മൾ അവരോട് പെരുമാറുക എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഒരു മനുഷ്യനോട് ഹിക്മത്തോടുകൂടി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുന്നുണ്ട്. ദഅവത്തിന്റെ മേഖലയിൽ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നൈർമല്യതയോടുകൂടി, സഹനതയോടുകൂടി, അനുഭൂതിയോടുകൂടി നമ്മൾ പെരുമാറുന്നതിനോടൊപ്പം ദേഷ്യം പിടിക്കേണ്ട സമയത്ത് നമ്മൾ ദേഷ്യം പിടിക്കണം, ശബ്ദമുയർത്തേണ്ട സമയത്ത് നമ്മൾ ശബ്ദമുയർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിലും മാതൃകയായതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളിലൊക്കെയും പരിമിതി ഉണ്ടല്ലോ. നമ്മൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും ഈ ഭൂമിയിലുണ്ട്. നമുക്ക് ചെവിയുണ്ട്, പക്ഷെ ചെവി കൊണ്ട് എല്ലാം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ കാണാത്ത പല വസ്തുക്കളും ഈ ഭൂമിയിലുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്രകാരം തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിക്കും ചില പരിമിതികളുണ്ട്, നമ്മുടെ ചിന്തകൾക്കും പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈമാൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹ് എന്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നു, അതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നബി നിങ്ങൾ കോപിച്ച പല സന്ദർഭങ്ങളിൽ ഒന്ന് ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ വേണ്ടി കഴിയും. നബി തങ്ങൾ ഒരിക്കലും പള്ളിയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് സഹാബാക്കൾ കൂടിയിരുന്നു കൊണ്ട് ഖദറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഖദർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവര് അതിനെക്കുറിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അത് ഗൈബിയായിട്ടുള്ള കാര്യമാണ്, അദൃശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിനല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊരാൾക്കും അറിയാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ എത്ര ആലോചിച്ചാലും ചിന്തിച്ചാലും ഒരു പക്ഷെ പിടുത്തം കിട്ടണമെന്നില്ല. അതുകൊണ്ട് എന്താണോ അല്ലാഹു പറഞ്ഞത്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അതിൽ നിങ്ങൾ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്ന് മാത്രം നിങ്ങൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബിഹാദാ ഹലക മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സമൂഹം നശിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു എന്ന് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യത്തോടു കൂടി സഹാബാക്കളോട് പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഫിത്നകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫിത്നകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും തന്റെ സ്വന്തം താല്പര്യപ്രകാരം, ഇഷ്ടപ്രകാരം, ചിന്ത പ്രകാരം പരസ്പരം ഇങ്ങനെ അതിനെ വല്ലാത്ത രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു പ്രവണത നമുക്കിടയിൽ കാണുന്നതായി, വളർന്നു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേൾക്കുന്ന സമയത്ത് കേൾക്കാൻ നല്ല സുഖമുണ്ട്, ഇമ്പമുണ്ട്, രസമുണ്ട്. അവർ പലതും പറയുന്ന സമയത്ത്, ഹദീസുകളെ വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ കേട്ട് അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നത്, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക, എന്നിട്ടൊരു അഭിപ്രായം നമ്മൾ പറയുക, അതാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പറയുക. ഒരിക്കലും നമുക്ക് അതിന് അനുവാദമില്ല, ശരഅ നമ്മളെ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫിത്നകളിൽ അകപ്പെടാതെ രക്ഷപ്പെടണമെന്ന് വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്നകൾ പരന്നുകൊണ്ടേയിരിക്കുകയാണ്. പറയുന്നത് നല്ല കാര്യങ്ങളാണ്, പറയുന്നത് ഖുർആനാണ്, പക്ഷേ അവരുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ താല്പര്യങ്ങളാണ്. പറയുന്നത് ഹദീസാണ്, ദിക്റുകളാണ്, പക്ഷെ അതിന്റെ വിശദീകരണം സ്വന്തം അഭിപ്രായങ്ങളാണ്, സ്വന്തം വിശദീകരണങ്ങളാണ്. അത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കോപത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനെ എതിർത്തതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു സന്ദർഭം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിബിധങ്ങളോടൊപ്പം നടന്നു പോവുകയാണ്. ഒരു അറാബി, ഒരു ജാഹിലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങി. പല മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. നിബിധങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് തങ്ങൾ യബ്തസിമു, നിബിധങ്ങൾ പുഞ്ചിരിക്കുന്നു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. കുറെ കേട്ടപ്പോൾ മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നിബിധങ്ങൾ ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോയി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയിട്ട് നബിയോട് ചോദിക്കുന്നത്, നബിയെ, അയാൾ എന്നെ ചീത്ത വിളിക്കുന്ന സമയത്ത് തങ്ങൾ അത് കേൾക്കുകയും ചിരിക്കുകയും ചെയ്തു. ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തപ്പോൾ എന്തേ ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റ് പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, അതൊരു വിഡ്ഢിയാണല്ലോ, താങ്കൾ അങ്ങനെയല്ലല്ലോ. താങ്കളെ അയാൾ ചീത്ത വിളിക്കുന്ന സമയത്ത് ഒരു മലക്ക് അവിടെ നിന്ന് അയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ താങ്കൾ മറുപടി പറയാൻ വേണ്ടി തുടങ്ങിയോ, അപ്പോൾ അവിടെ നിന്ന് മലക്ക് മാറിയിട്ട് പിശാച് വന്നിട്ട് താങ്കളോടെ പിരിക്കാൻ വേണ്ടി തുടങ്ങി. പിശാചുള്ള ഒരു സമയത്തിരിക്കാൻ എന്നെ കൊണ്ട്, പിശാചുള്ള ഒരു സ്ഥലത്തിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അബൂബക്കറെ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവിവേകികൾ പലതും പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതികരണം ഉണ്ടായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി നമുക്ക് ഈ ഹദീസിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു സന്ദർഭം നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ മാർഗത്തിൽ സഹനതയോടുകൂടി വർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പരുഷമായി പെരുമാറേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിരുന്നു എന്നുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ കട്ട സംഭവം നമുക്കറിയാലോ, പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗോത്രമാണ് മഖ്സൂം ഗോത്രം. അതിലുള്ള ഒരു സ്ത്രീ കട്ട് കഴിഞ്ഞാൽ അന്നത്തെ നിയമം കൈവെട്ടണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ കൈവെട്ടിക്കഴിഞ്ഞാൽ അത് ഗോത്രത്തിന്, ആ കുടുംബത്തിന് ഒരു മോശപ്പേരാണ്, വലിയ ഇമേജുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് മോശപ്പേരുണ്ടാകുന്നത് തൽക്കാലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ശിക്ഷാ നടപടി ഒന്ന് മാറ്റിവെക്കണം. പക്ഷെ നബിയോട് ആര് പറയും? അവര് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഉസാമ ഒന്ന് നബിയോട് സംസാരിക്കണം, തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. നബി തങ്ങളോട് ഉസാമ റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം തങ്ങൾ വന്നപ്പോൾ നബിയെ ആ ശിക്ഷ ഒന്ന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി എന്നാണ്. നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണ് ഹിബ്ബ് ഇബ്നു ഹിബ്ബി റസൂലില്ല. നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന്റെ മകൻ എന്നാണ് ചരിത്രത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി തങ്ങൾ ചൂടായി എന്നാണ്, ദേഷ്യപ്പെട്ടു എന്നാണ്. അത്തശ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നീ എന്നോട് മാറി നിൽക്കണമെന്നാണ് ഉസാമ കൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഹദ്
അവന്റെ തീരുമാനം, ആ തീരുമാനത്തിൽ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്നാണോ നീ എന്നോട് പറയുന്നത്? നബി തങ്ങളുടെ മുഖം വിവർണമാവുകയും തങ്ങൾ ദേഷ്യപ്പെടുകയും മിമ്പറിൽ കയറി നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തതാണ്, ഈ ഒരു സ്വഭാവം കാരണമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നുപോയിട്ടുള്ള കഴിഞ്ഞുപോയിട്ടുള്ള തലമുറ നശിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ പാവപ്പെട്ടവർ കട്ടുകഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുകയും പണക്കാര് കട്ടുകഴിഞ്ഞാൽ അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവരിലുണ്ടായിരുന്നു. അത് കാരണമായിട്ടാണ് നിങ്ങളുടെ മുന്നേ കഴിഞ്ഞുപോയിട്ടുള്ള തലമുറ നശിക്കാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുശേഷം നബി തങ്ങൾ നടത്തിയിട്ടുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സറഖത് ലഖതഅ മുഹമ്മദുൻ യദഹ. എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഈ മുഹമ്മദ് അവളുടെ കൈവെട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യത്തോടുകൂടി പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. എന്താണോ സാഹചര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്, എന്താണോ സാഹചര്യം നമ്മളോട് തേടുന്നത്, ആ തേട്ടത്തിനനുസരിച്ചുകൊണ്ട് ആൾക്കാർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, തെറ്റിൽ നിന്നും അവരെ അകറ്റി നിർത്താനും നന്മയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വാസി എന്ന രീതിയിൽ നമുക്കുള്ള കടമയാണ്, കടപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം നബി തങ്ങളോട് വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, നബി തങ്ങളുടെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം തങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. വിദ്യാർത്ഥികളെ നമ്മൾ സൂക്ഷിക്കണം, പുത്തൻ വാദങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, പുതിയ പുതിയ കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്നൊക്കെ നമ്മൾ പ്രയോഗത്തിൽ പറയാറുണ്ടല്ലോ. കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അത് ദിക്റല്ലേ, അത് ദുആയല്ലേ, അത് നമസ്കാരല്ലേ, അത് നോമ്പല്ലേ, അതിനെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു പോകും. നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു അമല് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് ഇഖ്ലാസാണ്, അഖ്ലസുഹു വഅസ്വബുഹു. ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പരിശുദ്ധ ഖുർആനോ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമായിരിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ഒരു സുബ്ഹി നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയതാണ്, ഒരു പ്രസംഗം നടത്തിയതാണ്. സഹാബാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ദരിഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം പടച്ചു. അതിലൊരു സഹാബി ചോദിച്ചു, നബിയെ, അങ്ങയുടെ അവസാനത്തെ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടല്ലോ, അങ്ങ് ഞങ്ങളിൽ നിന്നും വിട പറയാൻ പോകുന്നു എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. എന്താണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഉപദേശമായി നൽകാനുള്ളത്? നബി തങ്ങൾ പോവാണ്, നബി തങ്ങളിൽ അധികകാലം ഞങ്ങളോടൊപ്പം ഉണ്ടാവൂല. നബിയെ, എന്താണ് അങ്ങേക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള വസിയ്യത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉസീകും ബിത്തഖ്വല്ലാഹി വസ്സംഇ വത്താഅ. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ പറഞ്ഞത് കേൾക്കണം, അനുസരണയോടുകൂടി നിങ്ങൾ ജീവിക്കണം. ഫഇന്നഹു മൻ യഅശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം ഫിത്നകൾ നിറഞ്ഞതായിരിക്കും, പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും, പലതരത്തിലുള്ള ആശയങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പം തോന്നും, കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത രസം തോന്നും. അതാണ് സത്യമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ദിക്റാണ്, ദുആയാണ്, സ്വലാത്താണ്, മറ്റു പലതുമാണ്. പക്ഷേ ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിനെതിരാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യ നോമ്പെടുത്തു വെള്ളിയാഴ്ച ദിവസം. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഇന്ന് നോമ്പെടുത്തത്? ഭാര്യയ്ക്ക് മറുപടി ഒന്നുമില്ല. വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമല്ലേ, നോമ്പല്ലേ, നല്ല കാര്യമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വ്യാഴാഴ്ച നോമ്പെടുത്തിട്ടുണ്ടോ? ഇല്ല. ശനിയാഴ്ച നോമ്പെടുക്കാനുള്ള തീരുമാനമുണ്ടോ? ഇല്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച നോമ്പെടുക്കരുത്, കാരണം ഞാനത് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഹദീസുകളും നമുക്ക് ഇപ്രകാരം കാണാൻ വേണ്ടി കഴിയും. കേൾക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ്, നോമ്പാണ്, എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നമുക്ക് തോന്നും. തങ്ങൾ പഠിപ്പിച്ചു തന്നത് മാത്രം. 3 സഹാബാക്കൾ നബി തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് തങ്ങളുടെ അമലിനെ കുറിച്ച് ചോദിച്ചിട്ട് പിന്നീട് വരുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മൾ കേട്ടനുസരിച്ച ഹദീസാണ്. യുവാക്കളാണ്, യുവത്വം തിളച്ചു മറിയുന്ന സമയമാണ്. ഒരു ഈമാനിക സ്പിരിറ്റ് വന്ന സമയത്ത് അവർ ചോദിച്ചു, അയ്ന നഹ്നു മിർ റസൂലില്ല, നബി തങ്ങൾ എത്ര അമല് ചെയ്യുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും, ഇനി മുതൽ രാത്രി ഞാൻ ഉറങ്ങൂല,
എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഞാൻ നമസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ കല്യാണമില്ല, ഞാൻ ഇബാദത്തുകൾ കൊണ്ട് അങ്ങനെ ജീവിക്കും. വലിയ സ്പിരിറ്റോട് കൂടി 3 ആൾക്കാർ പറഞ്ഞതാണ്. നിബിധങ്ങൾ കേട്ടപ്പോൾ അവരെ തിരുത്തി, എന്താണ് ഈ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെക്കാളും വലിയ തക്കമുള്ള ആൾക്കാരെന്നല്ലോ. അസൂമു വഅഫ്തിർ വഉസല്ലി വഅർഖുദ് വഅതസവ്വജു നിസാ. ഞാൻ കല്യാണം കഴിക്കാറുണ്ട്, ഞാൻ ഇടയ്ക്ക് നോമ്പെടുക്കും, ഇടയ്ക്ക് നോമ്പെടുക്കൂല, ഞാൻ അതേപോലെ തന്നെ രാത്രി ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെങ്കിലും എന്റെ സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഗൗരവത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. രാത്രി എല്ലാ ദിവസവും നിസ്കരിക്കൽ എന്താ കുഴപ്പം? നിബിധങ്ങൾ എല്ലാ ദിവസവും നോമ്പെടുക്കൽ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പാടില്ല. ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ ഫകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. നിബിധങ്ങൾ പറഞ്ഞു, പുതുതായി ഉണ്ടാകുന്ന, ഇതുവരെ മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്ത ആശയങ്ങളും ആചാരങ്ങളും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സമയത്ത് എന്റെയും എന്റെ സഹാബാക്കളുടെയും സുന്നത്ത് നിങ്ങളെ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ ഉണ്ടാകുന്ന പുത്തൻ ആചാരങ്ങൾ, പുത്തൻ വാദങ്ങൾ, പുത്തൻ ആശയങ്ങൾ, ആരും കേൾക്കാത്ത പല കാര്യങ്ങളും, അതൊക്കെയും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും വഴികേടിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസികളായ നാം ഓരോരുത്തരും നിബിധങ്ങളോട് നമുക്കുള്ള ബാധ്യതയാണ് സുന്നത്തിനെ മുറുകെ പിടിക്കുക, ബിദ്അത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വിശ്വാസികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമ്മെ ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.